DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തുമ്പോൾ ആത്മഹത്യാക്കുറിപ്പിന്റെ കൈയക്ഷര പരിശോധന നിർണായകമാകും. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KL പൗലോസ്, KK ഗോപിനാഥൻ ഉൾപ്പെടെയുള്ളവർ പ്രതിപട്ടികയിലുണ്ട്. വിജയൻ എഴുതിയ കത്തിൽ പരാമർശിച്ച നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണ ആർക്കൊക്കെ എതിരെ എന്നതിൽ പോലീസ് ഉടൻ തീരുമാനമെടുക്കും. വയനാട്ടിലെ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നിയമനത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം കോൺഗ്രസിനെതിരെ ശക്തമായി തന്നെ CPM ഉന്നയിക്കും. ഇതിനുവേണ്ടി കൂടിയാണ് MLA അടക്കം പ്രതികളാക്കുന്നത്. അറസ്റ്റ് ഭീഷണിയുള്ളതിനാൽ കേസിൽ പ്രതികളാകുന്നവർ അതിവേഗം മുൻകൂർ ജാമ്യം തേടിയേക്കും. MLA അടക്കം പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്നും സൂചനകളുണ്ട്. കേസ് മാനന്തവാടി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ബത്തേരി കോടതിയിലേക്ക് മാറ്റാൻ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനിടെ ബത്തേരി ബാങ്ക് നിയമന തട്ടിപ്പിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. അമ്പലവയൽ സ്വദേശി ഷാജിയുടെ പരാതിയിലാണ് കേസ്. DCC മുൻ ട്രഷറർ KK ഗോപിനാഥിനെതിരെയാണ് പരാതി. 12 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും 3 ലക്ഷം രൂപ നിയമനത്തിന് നൽകിയെന്നുമാണ് പരാതി. അങ്ങനെ ഈ കേസ് എല്ലാ അർത്ഥത്തിലും കടുപ്പിക്കുകയാണ് പോലീസ്. വയനാട്ടിലെ കോൺഗ്രസിനെ വെട്ടിലാക്കാനാണ് നീക്കം. അതേസമയം IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് CPM നടത്തുന്ന പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരും. പോലീസും വിജിലൻസും അന്വേഷിക്കുന്നത് വിജയന്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല എന്നതിനാൽ അന്വേഷണത്തിന് നിലവിൽ തടസ്സമില്ലെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ രാഷ്ട്രീയം നിലവിൽ UDFന് അനുകൂലമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടയിലാണ് വയനാട്ടിലെ വിഷയം ഇടതുപക്ഷത്തിന് മുന്നിലേക്ക് വരുന്നത്. അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്ത കേസാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. സ്വമേധയാ വിജിലൻസ് നടത്തുന്ന പ്രാഥമിക പരിശോധനയാണ് മറ്റൊന്ന്. രണ്ടിലും കുടുംബം പരാതിക്കാരല്ല. അതിനാൽ തന്നെ കോൺഗ്രസ് നേതൃത്വവും കുടുംബവും തമ്മിലെ ഒത്തുതീർപ്പ് പ്രകാരം കേസ് പിൻവലിക്കാൻ സാധിക്കില്ല. കുടുംബം മയപ്പെടുത്താനാണ് നിലവിൽ സാധ്യത. സാമ്പത്തിക ഇടപാട് ആരോപണം ഉയർന്ന IC ബാലകൃഷ്ണൻ രാജിവെക്കും വരെ സമരം തുടരുമെന്നാണ് LDFന്റെ പ്രഖ്യാപനം. ഇന്നലെ രാത്രി ബത്തേരി ടൗണിൽ LDF നൈറ്റ് മാർച്ച് നടത്തിയാണ് പ്രതിഷേധിച്ചത്. വിജിലൻസിന് മുന്നിൽ 3 പരാതിക്കാരുടെ മൊഴികളാണുള്ളത്. IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും കുറ്റപ്പെടുത്തി 3 പരാതിക്കാരും മൊഴി നൽകിയിട്ടില്ല. അതിനാൽ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളെ ഈ കേസുകളിൽ പ്രതികളാക്കുകയും എളുപ്പമല്ല. കുടുംബത്തിന്റെ പരാതി പരിഹരിച്ചാലും ഈ വിഷയം നിലനിൽക്കും. കുടുംബത്തെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഉന്നത നേതാക്കൾ കണ്ടിരുന്നു. എല്ലാ പ്രശ്നവും ഏറ്റെടുക്കാമെന്നും അറിയിച്ചു. ഇതിനിടയിലാണ് പോലീസ് പുതിയ നടപടികളിലേക്ക് കടക്കുന്നത്. ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിജയന്റെ ബന്ധുക്കളുടെ മൊഴിയെടുത്തിരുന്നു. കടബാധ്യതയെക്കുറിച്ചും ചോദിച്ചറിഞ്ഞിരുന്നു. ബാധ്യതകൾ ഏറ്റെടുക്കുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം വായ്പകളുടെ വിവരങ്ങളും ശേഖരിക്കും. ഇതിനിടയിലാണ് കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചത്. വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് പോലീസ് കേസെടുക്കുന്നത്. കഴിഞ്ഞ മാസം 27-നാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് വന്നതോടെയാണ് പുതിയ വകുപ്പ് കൂടി ചേർത്തത്. കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിരുന്നു. നേരത്തെ അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തതെങ്കിലും ബുധനാഴ്ച ആത്മഹത്യാ പ്രേരണ വകുപ്പ് കൂടി ചേർത്തിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നത്. നിയമനത്തിന്റെ പേരിൽ IC ബാലകൃഷ്ണൻ MLA കോഴ വാങ്ങിയതാണ് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നത്. വലിയ ബാധ്യതകൾ ഉണ്ടായിട്ടും തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും 7 പേജിലേറെയുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണമുണ്ട്. സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ബത്തേരി MLA IC ബാലകൃഷ്ണന്റെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും പേരുകളും NM വിജയൻ എഴുതിയ കത്തിലുണ്ട്. വിജയന്റെ കുടുംബമാണ് ഈ കത്ത് പുറത്തുവിട്ടത്. ഇതിനോടൊപ്പം KPCC പ്രസിഡന്റ് K സുധാകരന് വിജയൻ എഴുതിയ കത്തും പുറത്തു വന്നിട്ടുണ്ട്. കത്തിലും കോഴയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വിജയന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ സുൽത്താൻ ബത്തേരി ബാങ്കിലെ നിയമനക്രമക്കേട് ചർച്ചയായിരുന്നു. അതിനിടെ കത്തിലെ ആരോപണങ്ങൾ IC ബാലകൃഷ്ണൻ നിഷേധിക്കുകയും ചെയ്തു. ED, വിജിലൻസ് ഉൾപ്പെടെ ഏതു തരത്തിലുള്ള അന്വേഷണം നേരിടാനും തയ്യാറാണെന്നും കോഴ വാങ്ങിയിട്ടില്ലെന്നും ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു.